ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രുക്കു ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, അങ്ങനെ അച്ചുവിനെ വിട്ടുകളയരുത്, എങ്ങനെയെങ്കിലും അവനെ നമ്മുടെ സൈഡാക്കണം എന്ന് ചന്ദ്ര പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാ? ആ സാക്ഷിമൊഴി ഒപ്പിട്ട് കൊടുക്കാതെ വരുമ്പോ എന്നെയും അച്ചുവിനെയും അർച്ചന ചേച്ചി ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ ഉദ്ദേശം അർച്ചന ചേച്ചി മനസ്സിലാക്കി. ഇപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കട്ട സപ്പോർട്ടാണ്. ഈ ബന്ധം എങ്ങനെ പൊളിക്കാനാണ് ചന്ദ്രേച്ചി? ആ മുകുന്ദൻ എന്നെ തല്ലിയിട്ട് ഞെളിഞ്ഞു നടക്കുകയാണ്. അയാൾക്ക് മുന്നിൽ എന്റെ മാനം പോയി. അയാളിപ്പോ ഇതാ റൂമിൽ ജോലിക്ക് പോവാതെ കയറിയിരിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഞാനും അയാൾ മാത്രമേ ഉള്ളൂ. അയാൾ വീണ്ടും എന്നെ തല്ലുമോ എന്ന് പേടിച്ച് ഞാൻ അകത്തേക്ക് കയറാതെ പുറത്തന്നെ നിൽക്കുകയാണെന്നൊക്കെ രുക്കു പറയുമ്പോ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, അച്ചു ഫ്രണ്ട്സിനെ കാണാൻ പുറത്തേക്ക് പോയി, മഞ്ജു ചേച്ചി രമ്യ ചേച്ചിയും കൂടി മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ് എന്ന് രുക്കു പറയുമ്പോ ചന്ദ്ര വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ന് മുകുന്ദൻ ഓഫീസിലേക്ക് പോവാത്തതെന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, ലീവ് എടുത്ത് വീട്ടിലിരിക്കായിരിക്കുമെന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഇതാണ് രുക്കു, കിട്ടിയ അവസരം നീ ഇത് മാക്സിമം മുതലാക്കണം. മുകുന്ദൻ നിന്നെ തല്ലിയതിന് നിനക്ക് തിരിച്ച് പ്രതികാരം ചെയ്യണ്ടേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, തിരിച്ച് പ്രതികാരം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഭർത്താവിന്റെ ഏട്ടനായി പോയില്ലേ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അതിന് നീയെ മറ്റൊരു രീതിയിൽ പ്രതികാരം ചെയ്താൽ മതി. നീ ഒരാൾ മാത്രം മനസ്സ് വെച്ചാൽ അത് നടക്കും. അതോടെ അമ്പാട്ട് കുടുംബം അടിച്ചു പിരിയും. ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത്? ഞാൻ പറഞ്ഞതുപോലെല്ലാം നീ ചെയ്യൂ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ പേടിച്ചുകൊണ്ട് രുക്കു, ചേച്ചി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പോ രുക്കുവിനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായി പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട് രുക്കു ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതെനിക്ക് പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പ്രശ്നത്തിന്റെ ഗൗരവം നിന്റെ മിടുക്കുപോലെ ഇരിക്കും. ഇതിനായി ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തു നോക്ക്, ഇര നമ്മുടെ ചൂണ്ടയിൽ കുടുങ്ങും, അത് ഉറപ്പെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ശരി ചേച്ചി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, ആലോചിക്കാൻ സമയമില്ല, കിട്ടിയ അവസരം മുതലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഫോണ് കട്ട് ചെയ്യാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ സന്തോഷാവുന്നുണ്ട്. രുക്കു ആണെങ്കിൽ മുകുന്ദൻ അന്നേ ദിവസം തന്നെ തല്ലിയതോർത്ത് അങ്ങനെ ദേഷ്യത്തോടെ എന്തായാലും ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് രുക്കു മാർക്കറ്റിലേക്ക് പോയ മഞ്ജുവിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ചേച്ചി നിങ്ങളിത് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞങ്ങളിതാ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞു, ഇനി ഉണ്ണിമോൾക്കൊരു ഷൂസ് കൂടി വാങ്ങണം, അതുകൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെത്തും. നീ എന്താണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഒന്നുമില്ല ചേച്ചി, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് വിളിച്ചതാന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നീ അവിടെ ഒറ്റയ്ക്കല്ലല്ലോ, മുകുന്ദനുണ്ടല്ലോ അവിടെ എന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, മുകുന്ദേട്ടൻ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്, എന്നാലും നിങ്ങൾ എപ്പോഴെത്തും, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് രുക്കു പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കൂടിപ്പോയാൽ ഞങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ വീടെത്തുമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ്. രമ്യ ഇപ്പോ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, മുകുന്ദേട്ടൻ വീട്ടിലില്ലേ എന്ന്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട്, അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. രുക്കുവിന്റെ സംസാരം കേട്ട് എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. രുക്കു ആണെങ്കിൽ പ്ലാന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് ശരി, അപ്പൊ അവര് 1 മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തുമല്ലേ, ഈ 1 മണിക്കൂർ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് പറഞ്ഞ് രുക്കു റൂമിനകത്തേക്ക് പോവുകയാണ്. റൂമിലെത്തിയ രുക്കു വാതിലടച്ച് നേരെ പോയി അലമാര തുറന്ന് ഒരു ഗൗൺ അതിൽ നിന്ന് എടുക്കുകയാണ്. വളരെ മോഡേൺ ആയ ഒരു ഗൗണ് തന്നെയാണ് രുക്കു എടുത്ത് കയ്യിൽ പിടിക്കുന്നത്. ആ ഗൗണ് നോക്കിക്കൊണ്ട് മുകുന്ദനെ എങ്ങനെയെങ്കിലും ഈ ചതിയിൽപ്പെടുത്തണം, അമ്പാട്ട് മുകുന്ദൻ എന്നെ തല്ലിയതിന് അനുഭവിക്കാൻ പോവുകയാണെന്നൊക്കെ വളരെ ദേഷ്യത്തോടെ രുക്കു അങ്ങനെ പറയുന്നുണ്ട്. മുകുന്ദനാണെങ്കിൽ റൂമിൽ ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രുക്കു ആ ഗൗണും ഇട്ടുകൊണ്ട് മുകുന്ദന് ചായയുമായി റൂമിലേക്ക് വരുന്നത്. മുകുന്ദേട്ട ഇതാ ചായ എന്ന് പറയുമ്പോ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ എന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, മുകുന്ദേട്ടൻ കുറെ നേരമായില്ലേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ക്ഷീണമുണ്ടെന്ന് തോന്നി, രമ്യേച്ചി വരാൻ എന്തായാലും ലേറ്റ് ആവും എന്നും പറഞ്ഞുകൊണ്ട് രുക്കു ആ ചായ ടേബിളിൽ വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മുകുന്ദേട്ട എനിക്ക് പറ്റിയ കയ്യബദ്ധം കൊണ്ട് മുകുന്ദേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു, മുകുന്ദേട്ടൻ നിരപരാധിയാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അറിയാമെങ്കിൽ നീ എന്തിനാണ് വീട്ടിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കിയതെന്ന്. രുക്കു അപ്പ പറയാണ്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വളരെ രമ്യതയോടെ സംസാരിക്കുകയാണ്. രുക്കുവിന്റെ പെരുമാറ്റം കണ്ട് മുകുന്ദൻ ആകെ ഒരു വശപ്പിശക് തോന്നുകയാണ്. രുക്കു ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് മുകുന്ദനോട് പറയുന്നുണ്ട്, മുകുന്ദേട്ടനെ രക്ഷിക്കാൻ സാക്ഷിയാകാൻ തയ്യാറാണെന്ന് ഞാൻ അർച്ചനേച്ചിയോട് പറയാം എന്ന് രുക്കു പറയാണ്. മുകുന്ദൻ അപ്പൊ ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെന്താ നിന്റെ വീട്ടുകാർക്ക് അത് പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അത് അവരായിട്ടുണ്ടാക്കിയ പ്രശ്നമില്ലേ, അവര് തന്നെ അനുഭവിക്കട്ടെ എന്ന് പറയാണ്. മുകുന്ദനാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൾക്ക് ഇതെന്താണ് പെട്ടെന്നൊരു മാറ്റം എന്ന് ചിന്തിക്കുകയാണ്. രുക്കു അപ്പൊ ചോദിക്കുന്നുണ്ട്, മുകുന്ദേട്ടൻ എന്താ ചായ കുടിച്ചില്ലല്ലോ, എന്താ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്ന് ചോദിച്ച് ആ ചായ എടുത്ത് മുകുന്ദന് കൊടുക്കാനായി പോകുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, രുക്കു നീ എവിടെയോ പോവാൻ ഇറങ്ങിയതല്ലേ, നീ പോയിട്ട് വാ, എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് മുകുന്ദൻ വീണ്ടും വർക്ക് ചെയ്യാനായി നിൽക്കുമ്പോൾ
രുക്കു എനിക്ക് മുകുന്ദേട്ടനോട് ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് അങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രമ്യയും മഞ്ജുവും മാർക്കറ്റിൽ പോയി തിരിച്ചെത്തുകയാണ്. രുക്കു ആണെങ്കിൽ വേഗം തന്നെ മുകുന്ദന്റെ റൂമിന്റെ വാതിലടക്കിയാണ്. മുകുന്ദനാണെങ്കിൽ ഇത് കണ്ട് ദേഷ്യം വന്ന് രുക്കു നീ ഇതെന്താണ് കാണിക്കുന്നത്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോ രുക്കു ആണെങ്കിൽ ദേഷ്യത്തോടെ മുകുന്ദനെ നോക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോവണോ, നിങ്ങൾക്ക് ശരിക്കും എന്നെ മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മുകുന്ദന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് മുകുന്ദന്റെ രണ്ട് കൈയും പിടിക്കുകയാണ്. രുക്കു തന്നെ എന്നിട്ട് സ്വയം പറയുന്നുണ്ട്, മുകുന്ദേട്ട എന്നെ വിടാനല്ലേ പറഞ്ഞത്, നിങ്ങൾ ഇതെന്താണ് എന്നെ ചെയ്യുന്നത്, നിങ്ങൾ ഇതെന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. മുകുന്ദൻ അപ്പോ രുക്കു നീ ഇതെന്താ ചെയ്യുന്നത്, എന്നെ വിടുന്ന് പറയുന്നുണ്ട്. രമ്യയും മഞ്ജുമാണെങ്കിൽ വീട്ടിനകത്തേക്ക് കയറുന്നതും ഇത് കേട്ടുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവര് സാധനങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട് മുകുന്ദന്റെ റൂമിലേക്ക് പോവുകയാണ്. രമ്യയും മഞ്ജുവും പോയി വാതിൽ മുട്ടുന്നുണ്ട്. മുകുന്ദേട്ട വാതിൽ തുറക്കുക എന്നൊക്കെ പറയാണ്. രുക്കു എന്നിട്ട് മുകുന്ദനോട് ചിരിച്ചുകൊണ്ട് എല്ലാം സക്സസ് ആയി എന്ന സന്തോഷത്തോടെ വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്നതും രുക്കു കരഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ്. മുകുന്ദനും അപ്പോഴേക്കും പുറത്തേക്ക് വരുന്നുണ്ട്. രുക്കുനെയും മുകുന്ദനെയും അങ്ങനെ കണ്ട് രമ്യയും മഞ്ജുവും ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. രുക്കു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. മുകുന്ദനാണെങ്കിൽ എന്തു പറയണം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയാണ്. രമ്യ അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. രുക്കു അപ്പൊ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മുകുന്ദേട്ടൻ എന്നെ കയറി പിടിച്ചു എന്ന്. ഇത് കേട്ട് ഞെട്ടി തരിച്ചങ്ങനെ നിൽക്കുകയാണ് രമ്യയും മഞ്ജുവും. മുകുന്ദനപ്പ പറയുന്നുണ്ട് കള്ളം, പച്ച കള്ളമാണ് ഇവള് പറയുന്നത് എന്നെല്ലാം പറയുമ്പോ രുക്കു വീണ്ടും കരഞ്ഞുകൊണ്ട് അയ്യോ ഭാര്യ വന്നപ്പോ നിങ്ങൾക്കെല്ലാം പച്ച കള്ളമാണല്ലേ, എന്നാലും നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് രുക്കു മഞ്ജു ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് മഞ്ജുവിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആരും കാണാതെ ചിരിക്കുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ റൂമിലേക്ക് ഓടി പോവുകയാണ്. രമ്യാണെങ്കിൽ ദേഷ്യത്തോടെ മുകുന്ദനെ വിളിക്കുന്നുണ്ട്. മുകുന്ദനപ്പോ സത്യമായിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവൾ എന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുകയാണ്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട് ഈശ്വര ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയില്ല, സത്യം എന്താന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ, ചുവങ്ങാനും ഇതറിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കുമെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. മുകുന്ദനപ്പോ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല, രമ്യ നമ്മുടെ റൂമിലേക്ക് ചായയുമായിട്ട് രുക്കു വരികയായിരുന്നു, എന്നിട്ട് വാതിലടച്ച് ബഹളം വെക്കുകയായിരുന്നു, ഇടി അതാണ് സത്യം, വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് തന്റെ നിരപരാധിത്വം മുകുന്ദൻ പറയുന്നുണ്ടെങ്കിലും മഞ്ജു ചോദിക്കുന്നുണ്ട് സത്യം ഇതാണെന്ന് നീ പറയുന്നോ, ഇത് തന്നെയാണ് സത്യമെന്ന് വിശ്വസിക്കാൻ ഞങ്ങളാരും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നടന്നതെന്താന്ന് നിനക്ക് രുക്കുവിനും മാത്രമല്ല അറിയൂ എന്ന് മഞ്ജു പറയുമ്പോ മുകുന്ദനാണെങ്കിൽ ഇനി ഞാൻ എന്തു പറയുമെന്ന് ആലോചിച്ച് ആകെ തകർന്ന അവസ്ഥയിൽ ഉള്ളിലേക്ക് പോവുകയാണ്. രമ്യാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം രുക്കു ആണെങ്കിൽ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജുവിനെ കാണുന്നതും രുക്കു വീണ്ടും കരഞ്ഞുകൊണ്ട് മഞ്ജുവിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ രുക്കുവിന്റെ ഡ്രസ്സിങ് കണ്ട് രുക്കുവിനെ അടിമുടി നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്കിടാൻ വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ലേ, ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇട്ടാൽ ആരായാലും കയറി പിടിച്ചു പോകുമെന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട് ഈ ഡ്രസ്സിലൊക്കെ എന്തിരിക്കുന്നു ചേച്ചി എന്ന്. രുക്കു ആണെങ്കിൽ കരഞ്ഞ് തകർത്ത് അഭിനയിക്കുകയാണ്. ചേച്ചി ഈ അപമാനം ഞാൻ എങ്ങനെ സഹിക്കും എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പോയി റൂമിന്റെ വാതിലടക്കിയാണ്. മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട് മുകുന്ദൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അവനിൽ നിന്നും ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇനിയിപ്പോ ഇത് അച്ചു അറിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നെല്ലാം മഞ്ജു പറയുമ്പോ രുക്കു പറയുന്നുണ്ട് ചേച്ചി ഇത് അച്ചുവിനോട് പറയാതിരുന്നാൽ ഇയാൾ ഇനിയും ഇങ്ങനെ ആവർത്തിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട് അച്ചുവിനോട് പറയുന്നതും പറയേണ്ടാത്തതും നിന്റെ ഇഷ്ടം, പക്ഷെ ഈ വീട്ടിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. അല്ല നീ എന്നെ വിളിച്ചപ്പോ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നീ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട് മുകുന്ദേട്ടന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടപ്പോ ഞാനാകെ പേടിച്ചു പോയി, ആ സമയത്താണ് ഞാൻ ചേച്ചിയെ വിളിച്ചത്, നിങ്ങൾ ഉടനെ വരുമല്ലോ എന്നോർത്ത് സമാധാനപ്പെട്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് മുകുന്ദേട്ടൻ എന്നെ വിളിച്ചത്, എന്താണെന്ന് ചോദിക്കാൻ ഞാൻ പോയപ്പോ ചായ വേണമെന്ന് പറഞ്ഞു, അതും കൊണ്ടേ കൊടുത്ത എന്നെ മുകുന്ദേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് രുക്കു പറഞ്ഞുകൊണ്ട് കരയാണ്. മഞ്ജു എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട് നീ ഇതിങ്ങനെ വെറുതെ വിടരുതെന്നാണ് എന്റെ അഭിപ്രായം, ഇതിനൊക്കെയല്ലേ പീഡന ശ്രമം എന്നൊക്കെ പറയുന്നത്, എന്തായാലും ഈ കാര്യം നീയൊന്ന് നിന്റെ വീട്ടിൽ അറിയിച്ചേക്ക്, കാലത്ത് നിയമം സ്ത്രീകളുടെ കൂടെയാണല്ലോ, എന്തായാലും ഒരു താക്കീത് കൊടുത്തില്ലെങ്കിൽ അവൻ ഇനിയും ഇത് ആവർത്തിക്കും. രുക്കു പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണെന്ന് നീ ഒരിക്കലും ഇവിടെ ആരോടും പറയരുത് എന്നെല്ലാം മഞ്ജു രുക്കുവിനോട് പറയാണ്. രുക്കു അപ്പ കരഞ്ഞുകൊണ്ട് ഇല്ല ചേച്ചി ഞാൻ ആരോടും പറയില്ലെന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോഴും ആ ഷോക്കിൽ നിന്നും മോചിതയായിട്ടില്ല ചേച്ചി, നീ എന്ത് വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് രുക്കു മഞ്ജുവിനോട് പറയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യം ഞാൻ അനന്തേട്ടനോട് പറഞ്ഞേക്കാം, അനിയന്റെ മഹത്വം ഏട്ടനും കൂടി ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് രുക്കുവിന്റെ റൂമിൽ നിന്നും മഞ്ജു പോവുകയാണ്. വീണ്ടും വാതിലടച്ചുകൊണ്ട് രുക്കു സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നുണ്ട്. മുകുന്ദന് ഒരു പണി കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷത്തിലാണ് രുക്കു. രമ്യാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞ് ആകെ തകർന്നങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ വരുന്നത്. മുകുന്ദൻ എന്നിട്ട് രമ്യയുടെ അടുത്തിരിക്കുന്നുണ്ട്. രമ്യ നടന്നതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഇതാണ് സംഭവിച്ചത്, രുക്കുവിൽ നിന്ന് ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന്
ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സത്യം എന്താണെന്ന് എനിക്ക് നിന്നെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. ഇനി വേണമെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ കുറിച്ച് കരുതാം. ഞാൻ പറയുന്നതോ രുക്കു പറയുന്നതോ ഏത് വേണമെങ്കിലും നീ വിശ്വസിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് മുകുന്ദൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായി നിൽക്കുമ്പോ രമ്യ മുകുന്ദനോട് പറയുന്നുണ്ട്, മുകുന്ദേട്ടൻ എന്നെ കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? രുക്കുവിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ വന്ന അവൾ പറയുന്നതല്ല എനിക്ക് വിശ്വാസം. എന്റെ കഴുത്തിൽ താലി കെട്ടിയ നിങ്ങൾ പറയുന്നതാണ് എനിക്ക് വിശ്വാസം എന്നെല്ലാം രമ്യ പറയുമ്പോ മുകുന്ദനാണെങ്കിൽ തന്റെ ഭാര്യ തന്നെ വിശ്വസിച്ചല്ലോ എന്നാലോചിച്ച് രമ്യ അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. രമ്യ എന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഇങ്ങനെയെല്ലാം ചെയ്തതുകൊണ്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ അവൾക്ക് കഴിയില്ല. പക്ഷേ എന്റെ പേടി അതൊന്നുമല്ല മുകുന്ദേട്ട. അച്ചും അർച്ചന ചേച്ചി അനന്തേട്ടനെല്ലാം ഇതറിയുമ്പോ അവരെല്ലാം എന്ത് കരുതുമെന്ന് ചോദിക്കുമ്പോ മുകുന്ദനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. മുകുന്ദൻ എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ സഹോദരങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരൊരിക്കലും എന്നെ അവിശ്വസിക്കില്ല. അച്ചു അവൻ എന്റെ അനിയനാ, അവൻ എന്നെ നന്നായി അറിയാമെന്ന് പറഞ്ഞ് മുകുന്ദൻ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് രുക്കു കാര്യങ്ങളെല്ലാം ചന്ദ്രകാന്തത്തിലേക്ക് വിളിച്ചറിയിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞ് അച്ചുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അച്ചു ആണെങ്കിൽ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്ര വിളിക്കുന്നത്. ബൈക്ക് സൈഡാക്കിക്കൊണ്ട് അച്ചു ഫോൺ എടുത്ത് എന്താന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര എന്നിട്ട് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ കറങ്ങാൻ പോയതാണെന്ന്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്ന്. ചന്ദ്ര അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നമൊന്നും നീ പറഞ്ഞില്ലേ? എങ്ങനെ അറിയാനാണ്? ഭാര്യയെ തനിച്ചാക്കി വീട്ടിൽ നിന്നും പോയതല്ലേ? ഇതുപോലെ ഒരു അപമാനം രുക്കുവിന് ഉണ്ടായിട്ടില്ല എന്ന് ചന്ദ്ര പറയുമ്പോ അച്ചു എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. നിന്റെ കൂടെ ജീവിക്കാൻ വന്ന അവൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് അവിടെ ഉള്ളത്? അവളുടെ മാനം പോയില്ലേ? സ്വന്തം ഭാര്യയുടെ മാനാഭിമാനം നോക്കാത്ത നീ ഒരു ഭർത്താവാണോടാ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് അച്ചുവിന് ദേഷ്യം വരികയാണ്. അച്ചു എന്നിട്ട് പറയുന്നുണ്ട്, ദേ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കുന്നവനല്ല ഈ ഞാൻ എന്ന് അച്ചു പറയുമ്പോ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, എന്നാലും നിന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, എന്ത് മാനസികാവസ്ഥയാണ് അവിടെയുള്ളവർക്ക് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, നിങ്ങൾ മുക്കുപണ്ടം തന്ന് പറ്റിച്ചതുപോലെ ആ മാനസികാവസ്ഥയൊന്നും ഞങ്ങൾക്കില്ലെന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, അതിനേക്കാൾ മോശം മാനസികാവസ്ഥയാണ് അവിടെയുള്ളവർക്ക്. പീഡന വീരന്മാർ അമ്പാട്ട് വീട്ടിലുണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത് എന്ന് ചന്ദ്ര പറയുമ്പോ അച്ചുവിന് ദേഷ്യം വന്ന്, ദേ സൂക്ഷിച്ച് സംസാരിക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്. പീഡന വീരന്മാരെന്ന് നിങ്ങൾ ആരെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, നിന്റെ ഏട്ടൻ മുകുന്ദനെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോ ഇത് കേട്ട് അച്ചു ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.